ഒരിക്കൽ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മദീനയിലെ ഒരു പഴയ കോട്ടയുടെ തണലിൽ വിശ്രമിക്കുകയായിരുന്നു. അദ്ദേഹം ചിന്താനിമഗ്നനായി അവിടെ വിശ്രമിക്കുന്ന സമയത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനരികിലൂടെ നടന്നു നീങ്ങി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തെത്തിയപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് സലാം പറഞ്ഞു. പക്ഷേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം അതറിഞ്ഞില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് സലാം പറഞ്ഞത് അദ്ദേഹം കേട്ടില്ല. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് അദ്ദേഹത്തോടായി പറഞ്ഞു, മാ യുഅ്ജിബുക അന്നി മറർതു അലാ ഉസ്മാൻ ഫസല്ലംതു അലൈഹി ഫലം യറുദ്ദ അലയ്യ സലാം. ഓ അബൂബക്കർ, ഞാൻ ഉസ്മാനിന്റെ അടുത്തുകൂടെ നടന്നു വരികയും അദ്ദേഹത്തോട് സലാം പറയുകയും അദ്ദേഹം എൻ്റെ സലാം മടക്കാതിരിക്കുകയും ചെയ്തത് താങ്കളെ അത്ഭുതപ്പെടുത്തുന്നില്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് അവർ രണ്ടുപേരും ഒരുമിച്ച് അദ്ദേഹത്തോട് സലാം പറഞ്ഞു. അദ്ദേഹം സലാം മടക്കി. ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോടായി ചോദിച്ചു, ജാഅനി അഖൂക ഉമർ, താങ്കളുടെ സഹോദരൻ ഉമർ എൻ്റെ അടുക്കലേക്ക് വന്നു. ഫദക്കറ അന്നഹു മറ അലൈക ഫസല്ലമ ഫലം തറുദ്ദ അലൈഹി സലാം. അദ്ദേഹം താങ്കളുടെ അരികിലൂടെ നടന്നു നീങ്ങുകയും താങ്കൾക്ക് സലാം പറയുകയും താങ്കൾ ആ സലാം മടക്കാതിരിക്കുകയും ചെയ്തു എന്ന് അദ്ദേഹം എന്നോട് പ്രയാസം പറഞ്ഞു. ഫമല്ലദി ഹമലക അലാ ദാലിക്, എന്താണ് അദ്ദേഹത്തിന്റെ സലാം മടക്കാതിരിക്കാൻ താങ്കളെ പ്രേരിപ്പിച്ച കാര്യം? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് കാര്യം തിരക്കി. അദ്ദേഹം പറഞ്ഞു, വല്ലാഹി മാ ശഅർതു അന്നക മറർതു ബി മാ ശഅർതു അന്നക മറർത ബി വലാ സല്ലംത. ഓ ഉമർ, അല്ലാഹു സത്യം, താങ്കൾ എൻ്റെ അരികിലൂടെ നടന്നുപോയതോ താങ്കൾ എന്നോട് സലാം പറഞ്ഞതോ ഞാൻ അറിഞ്ഞില്ല, ഞാൻ കേട്ടില്ല. അദ്ദേഹത്തിന്റെ ശബ്ദം താഴ്ന്നു പോയതല്ല, മറിച്ച് അത് കേൾക്കാൻ മാത്രം, അത് അനുഭവ വേദ്യമാകാൻ മാത്രം അദ്ദേഹം മറ്റൊരു ശ്രദ്ധയിലായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അപ്പോൾ പറഞ്ഞു, സദഖ ഉസ്മാൻ, അതെ, താങ്കളുടെ സഹോദരൻ ഉസ്മാൻ അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. വഖദ് ശഗലക അൻ ദാലിക അംറുൻ. ഉമർ, താങ്കൾ അദ്ദേഹത്തിന്റെ അരികിലൂടെ നടന്നു പോകുകയും സലാം പറയുകയും താങ്കളുടെ സലാം മടക്കുകയും ചെയ്യുന്നതിനെ തൊട്ട് അദ്ദേഹത്തെ എന്തോ ഒരു കാര്യം ശ്രദ്ധയിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം താങ്കളുടെ സലാം ശ്രദ്ധിക്കാതെ പോയതിന് പിന്നിൽ എന്തോ ഒരു കാര്യമുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അജൽ, അതെ, ശരിയാണ്. മാ ഹുവ? അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് ആ കാര്യം? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തവഫല്ലാഹു നബിയഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബല അൻ നസ്അലഹു അൻ നജാതി ഹാദൽ അംർ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇഹപര വിജയം നേടാൻ സാധിക്കുന്ന നജാത്തുൽ അംർ എന്താണ്, രക്ഷാമാർഗം എന്താണ് എന്ന് ചോദിച്ചറിയുന്നതിന് മുമ്പ് അവിടുത്തെ അള്ളാഹു മരിപ്പിച്ചു കളഞ്ഞു. അവിടുന്ന് നമ്മോട് വിട പറഞ്ഞു. എനിക്കത് ചോദിക്കാൻ സാധിച്ചില്ല. എന്താണ് ഇഹത്തിലും പരത്തിലും രക്ഷയേകുന്ന മാർഗം എന്ന സുപ്രധാനമായ ചോദ്യം അവിടുത്തോട് ചോദിക്കുകയും അവിടുന്ന് മറുപടി പറയുകയും അതിനെനിക്ക് അവസരമുണ്ടായിരുന്നില്ല. അവിടുന്ന് അപ്പോഴത്തേക്ക് മരണപ്പെട്ടുപോയി.
എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അത് കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രതികരിച്ചു, ഖദ് സഅൽതുഹു അൻ ദാലിക്, എങ്കിൽ ഉസ്മാൻ, ഞാൻ അതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ട്, താങ്കൾ നിരാശനാകേണ്ടതില്ല. ഖാല ഫഖുംതു ഇലൈഹി ഫഖുൽതു ലഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനത് കേട്ടതും അബൂബക്കറിന്റെ അടുത്തേക്ക് നീങ്ങി അദ്ദേഹത്തോട് അടുത്ത് നിന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, ബി അബി അൻത വ ഉമ്മി യാ അബൂബക്കർ അൻത അഹഖു ബിഹാ, ഓ അബൂബക്കർ, താങ്കൾ എൻ്റെ മാതാവിനും പിതാവിനും പകരസ്ഥാനീയനാണ്, താങ്കൾ അത് ചോദിക്കാൻ ഏറ്റവും അർഹനുമാണ്. എന്നെക്കാൾ ഇഹപര വിജയം നേടാൻ സാധിക്കുന്ന, ഇഹപര മോക്ഷം നേടാൻ സാധിക്കുന്ന മന്ത്രം എന്താണെന്ന് ചോദിക്കാൻ താങ്കളാണ് കടപ്പെട്ടവൻ, താങ്കളാണ് അർഹൻ, താങ്കളാണ് യോഗ്യൻ. എന്റെ പിതാവിനും മാതാവിനും ബലിയാണ് താങ്കൾ, പകരസ്ഥാനീയനാണ് താങ്കൾ എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഞാൻ ഇത് ചോദിച്ചിട്ടുണ്ട്, യാ റസൂലല്ലാഹ് മാ നജാതു ഹാദൽ അംർ, അല്ലാഹുവിന്റെ റസൂലേ, ഇഹപര വിജയവും മോക്ഷവും നേടാൻ സാധിക്കുന്ന മഹത്തായ മന്ത്രം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എനിക്ക് മറുപടി നൽകുകയും ചെയ്തു, മൻ ഖബില മിന്നി അൽ കലിമത അല്ലതി അറൽതു അലാ അമ്മി ഫറദ്ദഹ അലയ്യ ഫഹിയ ലഹു നജാത്ത്, ഏതൊരു വാക്കാണോ എന്റെ പിതൃവ്യനായ അബൂ താലിബിന്റെ മരണശയ്യയിൽ ഞാൻ അദ്ദേഹത്തോട് ഏറ്റുപറയാൻ വേണ്ടി അദ്ദേഹത്തിന്റെ മുമ്പിൽ പറഞ്ഞത്, സമർപ്പിച്ചത്, ഏതൊരു വാക്കാണോ മരണശയ്യയിൽ അവസാന നിമിഷങ്ങളിൽ എന്നിൽ നിന്ന് ഏറ്റുപറയാൻ എന്റെ പിതൃവ്യനായ അബൂ താലിബ് നിരസിച്ചത്, അതേ വാക്ക് ഫഹിയ ലഹു നജാത്ത്, അതാണ് രക്ഷയുടെ മന്ത്രം, അതാണ് വിജയത്തിന്റെ മന്ത്രവാക്യം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ മറുപടി അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കേൾപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, കലിമത്തു ഷഹാദ, കലിമത്തുൽ ഇഖ്ലാസ്, കലിമത്തു തഖ്വ, മിഫ്താഹുൽ ജന്ന, ഉർവത്തുൽ വുസ്ഖ, കലിമത്തുൻ തയ്യിബ, ഖൗലുൻ സാബിത് എന്നെല്ലാം ഖുർആനിലും സുന്നത്തിലും വിശേഷിപ്പിക്കപ്പെട്ട സ്വർഗത്തിന്റെ താക്കോലായ സുസ്ഥിരമായ വാക്ക്, അഫ്ളലു ദിക്ർ, ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ, ഇരു ഷഹാദത്ത് കലിമകളുടെ അടിസ്ഥാന വാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇഖ്ലാസിന്റെയും തഖ്വയുടെയും തൗഹീദിന്റെയും മന്ത്രവാക്യം, അതാണ് ഇഹപര വിജയം നമുക്ക് നേടാൻ അടിസ്ഥാനമായിട്ടുള്ള മന്ത്രമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതായി അവിടുത്തെ സ്വഹാബത്ത് നമ്മെ കേൾപ്പിക്കുകയാണ്. ഖുലഫാഉർ റാഷിദീങ്ങൾ അവരുടെ പശ്ചാത്തലം വിവരിക്കുന്ന ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉമർ ഇബ്നുൽ ഖത്താബ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഈ ഉമ്മത്തിൽ അമ്പിയാക്കൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠരായ, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവരായ അവരുടെ ചിന്തയും വർത്തമാനവും സംഭാഷണ വിഷയവും ഇതാണ്. എന്താണ് പരലോക രക്ഷയും ഇഹപര വിജയവും നേടാൻ സാധിക്കുന്ന മന്ത്രം? എന്താണ് അതിനുള്ള വഴി? ഇതിനെക്കുറിച്ചാണ് അവർ പരസ്പരം ചർച്ച ചെയ്തിരുന്നത്. ഇതിനെക്കുറിച്ചായിരുന്നു അവർ പരസ്പരം ചോദിച്ചറിഞ്ഞിരുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടുത്തുകൂടെ നീങ്ങിയിട്ടും അദ്ദേഹം സലാം പറഞ്ഞത് അറിഞ്ഞില്ല. ശബ്ദമില്ലാഞ്ഞിട്ടല്ല, ഈ രക്ഷാമാർഗത്തെക്കുറിച്ചുള്ള ചിന്ത അദ്ദേഹത്തെ അലട്ടിയിരുന്നു എന്നതാണ്. സഹോദരങ്ങളെ, ആരായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു? നമുക്കറിയാം, തബൂക്ക് യുദ്ധത്തിന്റെ വേളയിൽ മുസ്ലിമീങ്ങൾ ഭൗതികമായി ഞെരുക്കം അനുഭവിക്കപ്പെട്ട സാഹചര്യം, അവർക്ക് ഭൗതികമായോ സാമ്പത്തികമായോ സൈനികമായോ ഒരു യുദ്ധത്തിനൊരുങ്ങാൻ പാകത്തിലുള്ള സന്നാഹമോ സാമ്പത്തിക ശേഷിയോ ആയുധബലമോ ഇല്ലാത്ത യുദ്ധം ചെയ്യാൻ നിർബന്ധിതമായ സാഹചര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശങ്കയിൽ അല്ലാഹുൽ പ്രതീക്ഷ അർപ്പിച്ച് കഴിയവേ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു കിഴി നിറയെ സ്വർണ്ണ നാണയങ്ങളുമായി 1000 ദീനാറുകളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വരുന്നു.
അവിടുത്തെ മടിത്തട്ടിൽ ആ കിഴി വെച്ചു കൊടുക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് തുറന്ന് അവിടുത്തെ മടിയിൽ അത് വാരിയെടുക്കുന്നു. അതാണ് രംഗം. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നൽകിയ 1000 ദീനാറുകൾ കൊണ്ട് മാത്രം അന്ന് മുസ്ലിമീങ്ങളുടെ സൈന്യം ഒരുങ്ങി. ജയ്ഷുൽ ഉസ്ര ഞെരുക്കത്തിന്റെ കാലഘട്ടത്തിൽ സന്നിഹിതരാകപ്പെട്ട അല്ലെങ്കിൽ ഒരുക്കപ്പെട്ട സൈന്യമെന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ധനസഹായം കൊണ്ട് ഒരുക്കപ്പെട്ട ആ സൈന്യത്തെ ചരിത്രം വിശേഷിപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സംഭവത്തിനെ തുടർന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറഞ്ഞു, മാ ദറ ഉസ്മാൻ മാ അമില ബഅദൽ യൗം. ഉസ്മാൻ ഈ സംഭവത്തിന് ശേഷം അദ്ദേഹം പ്രവർത്തിക്കുന്നതെന്തും അദ്ദേഹത്തിന്റെ പരലോകത്തെ സ്വർഗത്തെ നഷ്ടപ്പെടുത്താൻ, നരകം കാരണമാകാൻ അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനവും ഇതിനു ശേഷം അദ്ദേഹത്തെ ദ്രോഹിക്കുകയില്ല. അദ്ദേഹം എന്തു പ്രവർത്തിച്ചാലും അദ്ദേഹത്തിനത് പരലോകത്ത് ദോഷമുണ്ടാക്കുകയില്ല. അദ്ദേഹം സ്വർഗത്തിലായിരിക്കുമെന്ന സൂചന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പറ്റി ആവർത്തിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു എന്നാണ്. ഉസ്മാനു ഫിൽ ജന്ന, ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണ് എന്ന് ജീവിച്ചിരിക്കവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാമം കൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ട മഹാനായ ദുന്നൂറൈൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പെൺമക്കളെ വിവാഹം ചെയ്യാൻ സൗഭാഗ്യം ലഭിച്ച മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ചിന്ത ഇതായിരുന്നു. ധനാഢ്യനായിരുന്നു, സമ്പന്നനായിരുന്നു, സമ്പത്ത് കൊണ്ട് ഇസ്ലാമിനെ സേവിച്ചവൻ, അധികാരം കൊണ്ട് ഖുലഫാ ഉർ റാഷിദീങ്ങളിൽ ഖിലാഫത്ത് അത് ലഭിക്കപ്പെട്ട മഹാനായ ഭൗതികമായി സ്ഥാനം ലഭിച്ച ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചിന്ത എന്തായിരുന്നു? പരലോകത്ത് രക്ഷ നേടുന്ന മന്ത്രം എന്തായിരുന്നു എന്നതാണ്. തന്റെ സഹോദരനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സലാം പോലും കേൾക്കാത്ത രൂപത്തിൽ അദ്ദേഹം ആ ചിന്തയിൽ വ്യാപൃതനായി എന്നാണ്. സഹോദരങ്ങളെ, എപ്പോഴാണ് നമുക്ക് ഇത്തരം ചിന്തകൾ നമ്മുടെ അടുത്തുകൂടി നടന്നു പോകുന്ന സഹോദരന്റെ സലാമിനെ മറപ്പിച്ചു കളഞ്ഞത്? എപ്പോഴാണ് അവരുടെ കുശലാന്വേഷണങ്ങൾ മറപ്പിക്കുന്ന രൂപത്തിൽ പരലോക ചിന്തയെക്കുറിച്ചും ഇഹപര വിജയത്തെക്കുറിച്ചും അതിന്റെ ഇസ്ലാമികമായ അധ്യാപനങ്ങളെക്കുറിച്ചും എപ്പോഴാണ് നമ്മെ കാര്യങ്ങൾ അശ്രദ്ധയിലാക്കിയത്? സഹോദരങ്ങളെ, പക്ഷേ ദുനിയാവിന്റെ ചിന്തകൾ, കിട്ടാതെ പോയ നേട്ടങ്ങൾ, നഷ്ടം സംഭവിച്ച സമ്പത്തിന്റെ ഉപാധികൾ, ഭൗതിക ജീവിതത്തിലെ സുഖങ്ങളുടെ നഷ്ടങ്ങൾ, ഇതിനെക്കുറിച്ച് ഓർത്ത് നമ്മുടെ രാത്രികൾ നമുക്ക് ഉറക്കം നഷ്ടപ്പെടാറുണ്ട്, നമ്മുടെ ചിന്തകൾ സമയം കൊല്ലാറുണ്ട്. പക്ഷേ ശ്രേഷ്ഠരായ അമ്പിയാക്കൾക്ക് ശേഷം മനുഷ്യരിൽ മഹോന്നതരായ ഖുലഫാ ഉർ റാഷിദീങ്ങൾ മുന്നിൽ നിൽക്കുന്ന സ്വഹാബത്തിനോ നമ്മുടെ മുൻഗാമികൾക്കോ ഉറക്കം നഷ്ടപ്പെടുത്തിയതും ചിന്ത വ്യാപൃതമാക്കിയതും അവരെ സമയം കൊന്നതും ഇത്തരം ചിന്തകളായിരുന്നു. സഹോദരങ്ങളെ, എന്റെ ശബ്ദം കേൾക്കുന്നവരെ, ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ, അവധിക്കാലത്തിലാണ്, ഒഴിവു സമയത്തിലാണ് നാം അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, സ്വർഗനരകങ്ങളെക്കുറിച്ച് ഇന്ന് നാം മരിച്ചാൽ നമ്മുടെ ജീവിതം ആറടി മണ്ണിലേക്കാണ്. എന്താണ് അവിടുത്തെ അവസ്ഥ? എന്തായിരിക്കും എന്റെ ഏകാന്തതയിൽ, ഖബറിന്റെ കൂരാകൂരിരുട്ടിൽ, ആറടി മണ്ണിൽ, ശീതീകരിച്ച അറയോ മെത്തയോ തലയിണയോ ഒന്നുമില്ലാത്ത എന്റെ ശരിയായ ഭവനത്തിൽ ഖിയാമത്ത് നാൾ വരെ ഞാൻ വിശ്രമിക്കേണ്ടുന്ന എന്റെ അന്ത്യസ്ഥാനത്തിൽ, എന്റെ വിശ്രമ കേന്ദ്രത്തിൽ എന്തായിരിക്കും എന്റെ കൂട്ടൽ? ഇന്നു മരിച്ചാൽ എന്റെ അവസ്ഥ എന്താണ്? എന്താണ് എനിക്ക് രക്ഷ? എന്താണ് എന്റെ വിജയത്തിന്റെ ശരിയായ മാനദണ്ഡം? എന്താണ് എന്റെ ജീവിത ലക്ഷ്യം? ഇതിനെക്കുറിച്ച് നമ്മൾ എത്രമാത്രം ചിന്തിക്കാറുണ്ട്? എത്രമാത്രം ചർച്ച ചെയ്യാറുണ്ട്? മുസ്ലിമീങ്ങളാണ് നാം, ഈമാനുള്ളവരാണ് നാം, അള്ളാഹുവിലും റസൂലിലും പരലോകത്തിലും വിശ്വാസമുള്ളവരാണ് നാം, സ്വർഗ നരകങ്ങളിൽ വിശ്വാസമുള്ളവരാണ് നാം. അള്ളാഹുവിന്റെ മഹ്ശറിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ വിചാരണ ചെയ്യപ്പെടുമെന്ന ബോധ്യമുള്ളവരാകേണ്ടവരാണ് നാം. ഈ ചിന്തകൾ നമ്മളെ എത്രമാത്രം അലട്ടാറുണ്ട്?